എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ദിവസമാണ്. അപ്പം ഞാൻ രാവിലെ കപ്പ പൊളിക്കുവാണ്. അച്ഛൻ കപ്പ മേടിച്ചുകൊണ്ട് വന്നാണ്. ഞാൻ പറഞ്ഞാണ് കപ്പ വേണമെന്ന്. അപ്പോൾ കപ്പയൊക്കെ മേടിച്ചിട്ട് വന്ന് അതൊക്കെ പൊളിച്ച് കൊടുത്തതിന് ശേഷം രാവിലെ ശകലം തെളിവ് കണ്ടുകൊണ്ട് ഒന്ന് സ്കൂട്ടർ ഓടിച്ച് നോക്കാമെന്ന് കരുതി സ്കൂട്ടർ എടുത്തുകൊണ്ട് വഴിയിലോട്ട് ഇറങ്ങി. മാളിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഓടിച്ചത്. അപ്പം നേഴ്സറിയിലൊക്കെ ഒന്ന് കൊണ്ടുവിടാമെന്ന് ഓർത്താണ് മാളിനെ വെച്ച് ഓടിച്ച് നോക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുണിയൊക്കെ വിരിക്കാൻ സഹായിക്കുന്ന ഒരാള്. പോവാ എവിടം വരെ പോവെന്ന് നോക്കട്ടെ. ഇണങ്ങിപ്പോയെങ്കിലും റീൽസ് ചെയ്യാൻ വന്നു കേട്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടിയായിരുന്നു റീൽസ് എടുക്കൽ. പിന്നെ കുറേ നേരം മുറ്റത്തൂടെ അയലിയിലേക്ക് നടന്നു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തായിരുന്നേ. അപ്പം ഞാൻ മാളൂന് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറെടുത്താണ്. തന്നെ ഇപ്പം കഴിക്കത്തില്ല, ഭയങ്കര മടിയാണ്, വാരി കൊടുക്കണം. അപ്പോൾ കൊടുത്തിട്ട് കാണാം. മാളൂന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കപ്പ ബിരിയാണി ആക്കിയായിരുന്നു. രാവിലെ എല്ലൊക്കെ പോയി അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ എല്ലും കപ്പയും കൂടി കപ്പ ബിരിയാണി ആക്കിയത് ഞാൻ കഴിക്കുമായിരുന്നു. അപ്പം നല്ല കുറേ നാളോട്ട് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം വണ്ടി ഓടിക്കാൻ പോയായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അപ്പം ഞങ്ങൾ വണ്ടി ഓടിക്കലൊക്കെ നിർത്തി കയറി വന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി വണ്ടി സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ട് ഒന്ന് പുറകോട്ടൊന്ന് നീക്കിയതാണ്. അപ്പത്തേന് സ്റ്റാൻഡ് ചെറുതായിട്ട് എൻ്റെ കാലെ കൊണ്ടിട്ട് ചെറുതായിട്ട് മുറിഞ്ഞു. നഖം ഒന്ന് ചെറുതായിട്ട് തട്ടിപ്പോയി. അപ്പത്തേന് ചോര. മാള് ഇതുവരെ ചിരിക്കുവാണോ? മാള് പറ, അമ്മയുടെ കാലിൽ ചോര വന്നെന്ന് പറ. നഖം അങ്ങ് തട്ടിപ്പോയപ്പോൾ നല്ലപോലെ ചോര വന്നായിരുന്നു. അപ്പോൾ ചോര നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാണ്. കുറേ കഴിയുമ്പോൾ ഞാൻ അയച്ചു കളയും. ഇവിടെ കണ്ടേ ഇതൊക്കെ കാത്തത് വന്നേ മാള് വേണ്ട നല്ല ഉറക്കമാണ്. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഉറങ്ങി. കരയുവാണോ ചിരിക്കുവാണോ? എന്നാ ഹായ് പറ. ഹായ് പറ. ഹായ് പറയണ്ട. പിന്നെ കുറേ നേരം ഞാനും അവൻ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിയെല്ലാം ഏറ്റ് കഴിഞ്ഞപ്പോഴത്തേനാണ് മാളൂന് സൂചി ഗോതമ്പ് കൊണ്ട് ചെറുതായിട്ടിങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇതൊന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയെടുത്താണിത്. ചുമ്മാ കഴിക്കാൻ വേണ്ടി. മാളിനിങ്ങനെ മധുരമുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായയും വെച്ച് ഞങ്ങളും അതൊക്കെ കഴിച്ച് ചായയും കുടിച്ചു. മാളു അവനെ കളിപ്പിക്കുന്ന കണ്ടപ്പോൾ ഫോണൊക്കെ എടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ മാളുവിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ കരഞ്ഞ് അവൻ ലാസ്റ്റ് എടുപ്പിച്ച്. അവനാണെങ്കിൽ അച്ഛയുടെ ഒച്ച കേൾക്കത്തില്ല, ഭയങ്കര കാര്യമാണ്. എന്നിട്ട് കരഞ്ഞ് അവസാനം എടുപ്പിക്കും. പിന്നെ ഇത് രാത്രിയിലത്തെ കലാപരിപാടികളാണ്. മാമനും മരുമോളും കൂടിയുള്ള പരിപാടികളാണ്. മാളുവിൻ്റെ വളയൊക്കെ എടുത്ത് ഇങ്ങനെ കാലേ വഴിയൊക്കെ ഇട്ടാണ്. അപ്പം അനിയൻ പറഞ്ഞ് വേറെ രീതിയിൽ ചെയ്തു തരാമെന്ന്. അവനിങ്ങനെ കവളയിലും മൂക്ക് മോതിരമൊക്കെ ഇതാക്കിയേ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. മാളുവിന് പിന്നെ ഇങ്ങനെ ഓരോ കോപ്രാന്തങ്ങൾ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റേ ഗുജറാത്തിക്കാരെ പോലെ ഉണ്ടെന്നൊക്കെ.
ഇന്നലെ വൈകിട്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ മാളുതാണ്ട് പിണങ്ങി കിടക്കുകയാണ്. ഇത് എഴുന്നേറ്റപടി ഇത് രാവിലെ ഇടത്തൂടാ. അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഗോവിന്ദയാണ്. മാളു ഇന്ന് മൊത്തം വഴക്കും വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ്ട് മാളുവിനെ നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. രാവിലെ നല്ല ഇടത്തൂടായിട്ട് എഴുന്നേറ്റ്. അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. നേഴ്സറിയിൽ ഇരിക്കുമോ അതോ ബഹളം ഉണ്ടാക്കുമോ എന്നൊന്നും അറിയത്തില്ല. മാളുവിനെ നേഴ്സറി കൊണ്ടുവിട്ടിട്ട് വന്നേ. അപ്പോൾ കുറേ ദിവസമായിട്ട് നേഴ്സറി പോകാത്തതുകൊണ്ടായിരുന്നു മടി പിടിച്ചു പോയി. ചെന്നപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിങ്ങ് പോകുന്നോടം വരെ കരച്ചിലായിരുന്നു. പിന്നെ ഇപ്പം ടീച്ചറിന് മെസ്സേജ് ചോദിച്ച് കരച്ചിൽ നിന്നോന്ന്. അപ്പോൾ പറഞ്ഞു കരച്ചിൽ നിന്നെന്ന്. ഇനിയിപ്പോൾ ഇനി കരയുമോ എന്നറിയത്തില്ല. ഓർത്തോർത്ത് കരയും. അതാ കുഴപ്പം. കുറേ ദിവസം കൂടി നേഴ്സറിയിൽ വിട്ടതാണേ. രാവിലെ തന്നെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോഴത്തേനും ഇപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കുന്നു പറയുക. ഞാൻ ഉച്ചയ്ക്ക് വന്ന് കൊണ്ടുപോകാനാണ്. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. കഞ്ഞി കുടിക്കുമ്പോഴത്തേനും അമ്മ വരുമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാളുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. മഴയാണ്. അയ്യോ പാവമുണ്ട്. കരയുക. അവിടുന്ന് നേഴ്സറിയിൽ നിന്ന് കരയുന്ന കണ്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സത്യം ഞാൻ വിടണ്ടായിരുന്നെന്ന് ഓർക്കുക. പക്ഷെ വിട്ടില്ലെങ്കിൽ വീണ്ടും മടിയാകുവേ. പനിയും പല്ലുവേദനയൊക്കെ ആയതുകൊണ്ടാണ് വിടാഞ്ഞത്. ഇനിയിപ്പോൾ എന്നാണ് സ്ഥിരം വിടണം. 2-3 ദിവസം ഇങ്ങനെ ആദ്യം വഴക്കായിരിക്കും, പിന്നെ ശരിയാകും. ഞങ്ങളുടെ ഇങ്ങോട്ട് പോകുന്ന വഴിയിലോട്ടുള്ള വലിയ ചെള്ളക്കുഴി ഇത്. അതിൻ്റെ സൈഡും വഴി പോകണം. കണ്ടോ, ഒരു കുളത്തിൻ്റെ അത്ര വലുപ്പമുണ്ട് പറയുവാണെങ്കിൽ. ഒരു കുഞ്ഞു ചക്ക പ്ലാവിൽ എന്താ നമ്മുടെ വീടിൻ്റെ അതിൽ വരുന്ന തോടാണ് ആ കാണുന്നത്. അതിലിങ്ങനെയാണ് നേരെ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നേഴ്സറിയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കാം ഇനി അടുത്ത് വന്നു. നേഴ്സറി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നതുകൊണ്ട് സ്കൂട്ടറിൽ വന്ന് ഞങ്ങളെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടായിരുന്നേ.